ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ളൊരു ചോദ്യമായതുകൊണ്ട് സരിത എൻ്റെ നല്ലൊരു സുഹൃത്താണ്. എന്ന് വിചാരിച്ചിട്ട് അവരെ ഞാൻ പിക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു കോൺട്രവേഴ്ഷ്യൽ മാർക്കറ്റ് ഉണ്ടാക്കുക അങ്ങനെയൊന്നുമില്ല. അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ചില നിലപാടുകൾ എടുത്തതെന്ന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അത് അത്ര ഒരു റെലവെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. പക്ഷേ ഇഫ് ഷീസ് എ ഗുഡ് ജേർണലിസ്റ്റ്, വെൽക്കം. അതറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അത് ഞങ്ങൾ ബയസ്ഡ് ഒന്നുമല്ല. ആർക്കും ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ വരാം, കഴിവുള്ളവർക്ക്. പക്ഷേ അവരെ പിക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു ആൻസർ ഇല്ല. ഓക്കെ. ഇപ്പോൾ നേരത്തെ ഹിന്ദുസ്ഥനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും തന്നെ പുറത്ത് അങ്ങനെ ഒരു ധാരണയുണ്ട്. അതായത് മുസ്ലിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു രീതിയിൽ ഒരു ധാരണ പുറത്ത് ആളുകൾക്ക് കർമ്മ ന്യൂസിനോടുണ്ട്. അപ്പോൾ ഈ ജിഹാദി ഫണ്ടേഴ്സിൻ്റെ അറ്റാക്കുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാനിങ്ങനെ കേട്ടായിരുന്നു. ഞാനിപ്പോഴും പറയുകയാണ് എത്രമാത്രം ശരിയാണെന്നുള്ളത് എനിക്കറിയില്ല. സാറ് എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്? അതെ, ഇത് തീവ്രവാദം ഒരു ബിസിനസ്സാണ്. ആ തീവ്രവാദം എന്ന ബിസിനസ്സിന് ഫണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്താ ഇതിൻ്റെ ഒരു സീക്രട്ട് എന്ന് വെച്ചാൽ, ഇഫ് പീപ്പിൾ ആർ ഫണ്ടിങ് ഫോർ ഫെനാറ്റിസിസം, അതൊരു കമ്മ്യൂണിറ്റി ഇൻസെക്യൂർഡ് ആക്കും. ഈ ആളുകളെ രണ്ട് രീതിയിലാണ് ഏകോപിപ്പിക്കാൻ പറ്റുക, സംഘടിപ്പിക്കാൻ പറ്റുക. ഒന്ന് ഭയം കൊണ്ട്, രണ്ട് താല്പര്യം കൊണ്ട്. ഇപ്പം നമ്മൾ